കല്യാണിയെ തൃച്ചംബരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന ചിന്ത തൽക്കാലം ഉപേക്ഷിക്കുക. അപ്പൊ എല്ലാം ശരിയാവും. കല്യാണി ഇവിടുന്ന് പുറത്താക്കണമെന്ന ചിന്ത എനിക്കില്ല. കൃഷ്ണേട്ടൻ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കല്യാണിയോട് അളവറ്റ സ്നേഹമുണ്ട്. ഗുരുജി പറഞ്ഞ വാക്കനുസരിച്ചിരുന്നെങ്കിൽ കല്യാണി ആ നിമിഷം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു കൃഷ്ണേട്ടാ. അതിനൊരു നല്ല സമയം നോക്കി കാത്തിരിക്കത്തില്ലായിരുന്നു. കല്യാണിയെ അകറ്റി നിർത്തിയേ മതിയാവൂ. അതിനുതകുന്ന സമയം നോക്കാൻ ഞാനൊന്ന് പറഞ്ഞോട്ടേക്കില്ല. ഒന്നും പറയണ്ട. എനിക്ക് ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവുമാണ് പ്രധാനം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കല്യാണിക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാ കൃഷ്ണേട്ടൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ചോദിക്കോ? കൃഷ്ണേട്ടന് ആനന്ദാണോ അതോ കല്യാണിയാണോ വലുത്? അത് ആനന്ദ് തന്നെ. എന്നാൽ എനിക്ക് ആനന്ദ് മാത്രമല്ല, ഈ തൃച്ചംബരത്തിന്റെ അഭിമാനവും വലുതാ. ഉപേക്ഷിക്കാൻ കഴിയാത്ത ശീലങ്ങളെയും വാശികളെയും മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് പലരും അപ്രസക്തരാകുന്നത്. അതുമാത്രമല്ല, അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. മാഡം മുമ്പൊക്കെ വഴക്ക് പറയുമ്പോ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം മാഡത്തിന്റെ കുറ്റപ്പെടുത്തലുകളിൽ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സ്നേഹത്തിന്റെ സ്ഥാനത്ത് വെറുപ്പ. ഇതൊക്കെ നിന്റെ തോന്നലുകളാ കല്യാണി. അമ്മയ്ക്ക് നിന്നോട് ഉള്ളുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ്. അത് നീ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതല്ലേ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇന്നത്തെ സംഭവത്തിന്റെ പരിപൂർണ ഉത്തരവാദി ഞാനാ. കാരണം ഞാനാ നിന്നെ നിർബന്ധിച്ച് വിളിച്ചത്. ഒരുപക്ഷെ ഞാൻ വരാതെ വല്യുകുഞ്ഞ് പട്ടിണി കിടന്നിരുന്നെങ്കിൽ എനിക്കതാവുമായിരുന്നു ഏറ്റവും വലിയ സങ്കടം. പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ പോട്ടെ. ഇനി അച്ഛനും കൂടെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ച് വന്നാ അത് മതി. എന്താ ആന്റി? ഞാൻ അഖിലയുടെ മുറിവാതിൽക്കൽ ചെന്ന് ഒളിച്ചു നിന്ന് ചിലതൊക്കെ കേട്ടു. അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടതുകൊണ്ട് ചിലതെല്ലാം അങ്ങോട്ട് വ്യക്തമായില്ല. എന്താ കേട്ടത് ആന്റി? വിഷയം അടുക്കളക്കാരി തന്നെ. ഓ, അവളാണല്ലോ തൃച്ചംബരത്തെ കഥാനായിക. അവളുടെ എന്ത് കാര്യം ആന്റി? അതെ, കേട്ടതെല്ലാം വെച്ച് നോക്കിയാ അഖിലയുടെ തീരുമാനം ആ അടുക്കളക്കാരിയെ അടിച്ചു വെളിയിലാക്കാൻ തന്നെയാ. ഇതിപ്പോ എന്റെ ഊഹമാണ്. അഖില ഇപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കോ ആന്റി? അവളെ അടിച്ചു വെളിയിലാക്കൂ എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പൊന്നുമില്ല. പിന്നെ ഞാനത് വ്യക്തമായിട്ട് കേട്ടതുമില്ല. പക്ഷെ ദാസേട്ടൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് അഖില പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. തൃച്ചംബരത്ത് 25 വർഷം സേവന പാരമ്പര്യമുള്ള ദാസേട്ടൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് അഖിലയുടെ നാവ് പറയണമെങ്കിൽ ദാസേട്ടന്റെ ഭാഗത്തുനിന്ന് അത്ര വലിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായി കാണുമല്ലോ. തിരുമേനി, ദീപം കെട്ടുപോയല്ലോ. അപശകനം എന്തെങ്കിലും? സാരമില്ല ഊട്ടി, കാറ്റത്തണഞ്ഞതാ. പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ. എന്താ ചെയ്ത്? എല്ലാം അമ്മ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് കല്യാണിക്ക് ഗിഫ്റ്റായി കൊടുത്ത പരമ്പരാഗത മാല പോലും തിരിച്ചു വാങ്ങിക്കുകയാണല്ലോ.
അതും ഇതും കൂടെ കൂട്ടിക്കുഴക്കേണ്ട മോനെ. നിന്റെ കാര്യത്തിൽ അമ്മ ഒരു നല്ല തീരുമാനം എടുക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. സമാധാനമായിട്ടിരിക്കെ. പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആദ്യ പടി സ്വയം ശാന്തനാവുക എന്നതാണ്. ക്ഷമിക്കും മോനെ. ഗുരുജി പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഈ അച്ഛന് അത് പറയാൻ പറ്റില്ല. കാരണം കല്യാണിയില്ലാത്ത തൃച്ചമ്പലത്തെ നീ വെറുക്കും. നിന്റെ അമ്മയോട് പകയും വിദ്വേഷം തോന്നും. അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ ഗുരുജി പറഞ്ഞതുപോലെ തന്നെയാണ് നിന്റെ അമ്മ ഓരോന്ന് ചെയ്യുന്നത്. ഒരുപക്ഷെ ഗുരുജി പറഞ്ഞത് നല്ലത് സംഭവിക്കാൻ വേണ്ടിയായിരിക്കാം. കാത്തിരിക്കാനേ നിർവാഹമുള്ളൂ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കും ഒരു നിശ്ചയമില്ല. മനസ്സുകൊണ്ട് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇവളിത് എവിടെ കൊണ്ടുവച്ചു? வாங்கம்மா, வந்து உட்காரு. தங்கமான பொண்ணம்மா, தங்க ராசா. தாலி ஏறிட்டும் புருஷன் பொண்டாட்டியா ജീവിതം കിടക്കില്ലേ? കൈനോട്ടം സത്യമാ. കെട്ടിയ പുരുഷൻ പെരുമയുള്ളവർ, തങ്കമാനവർ. ഇരുന്നാലും മനസമാധാനം ഇല്ലേ? சொர்ணத்தால் மகள் கோட்டை கட்ட முடியும். ஆனா அதுக்குள்ள நிம்மதியா தூங்க முடியாது. பிரச்சனையே 4 திக்கில் இருந்து சிலர் தொந்தரவு பண்ணிட்டே இருக்கிற. சரியா? முகம் பார்த்து சொல்றது கூட நல்லது, கை பார்த்து சொல்றது தான் நல்லது. உட்காரம்மா, உட்காருங்க சார், உட்காருமா. தட்சிணை வைக்குங்கோ. തങ്കമയിൽ ഏറിയവനെ ആണ്ടവാ മുരുകാ. അല്ല, ആന്റി എങ്ങനെ പുകയുന്ന ഈ പറയുന്നത്? പിന്നെ എന്ത് നടക്കുമെന്നാ നീ വിചാരിക്കുന്നെ? നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ആനന്ദം അടുക്കളക്കാരിയും തമ്മിലുള്ള ഫോട്ടോ വർക്ക് ചെയ്ത ആ കപ്പ അഖിലയെ കാണിച്ചപ്പോ എന്താ സംഭവിച്ചേ?
ആ കപ്പുമായിട്ട് ആനന്ദിനും കല്യാണിക്കും യാതൊരു ബന്ധവുമില്ലെന്നും ഇത് ഗംഗയുടെ പരിപാടിയാണെന്നും അവൻ തെളിവ് സഹിതം വിശ്വസിപ്പിച്ചില്ലേ? നമ്മൾ ഇവിടെ ആലോചിക്കുന്നതിന്റെ ഉത്തരം അവൻ അവിടെ പ്രവർത്തിച്ച് കാണിക്കും. അവൻ ആരാ മുതല്? ഇപ്പോ ഞാൻ ഈ മാല കൊണ്ടുപോയി അഖിലയെ കാണിച്ചാലും അഖിലയുടെ മുന്നിൽ ഈ ലോക്കറ്റിനുള്ളിൽ ആനന്ദിന്റെയും കല്യാണിയുടെയും ഫോട്ടോ വെച്ചത് ഞാനാണെന്നും അവൻ അഖിലയെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നെ അതിന്റെ പേരിലായിരിക്കും അഖില തൃച്ചംബരത്തുനിന്ന് എന്നെ അടിച്ചു പുറത്താക്കുന്നത്. അപ്പോ കഷ്ടപ്പെട്ട് കട്ടോണ്ട് വന്ന ഈ മാല കൊണ്ട് മൊത്തത്തിൽ ഒരു പ്രയോജനം ഇല്ലാന്ന അർത്ഥം. ദാനം കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങിക്കാത്ത മഹത്തായ പാരമ്പര്യമുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഈ പരമ്പരാഗത മാല തിരിച്ചു ചോദിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യം ഉണ്ടാവും. അരവിന്ദ, എന്താ പ്രശ്നം? പറയൂ. നമ്മുടെ ദാസേട്ടന്റെ കയ്യിലിരുന്ന പരമ്പരാഗത മാല കാണാനില്ല. എടാ, അത് ഔട്ട് ഹൗസിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോവാനാ? ദാസേട്ടനോട് നല്ലതുപോലെ നോക്കാൻ പറയൂ. അതൊക്കെ നോക്കി ബ്രോ, ഇവിടെ കാണുന്നില്ല. ദാസേട്ടനോട് ആകെ തളർന്നു നിൽക്കുക. നീ ദാസേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്ക. ആ, ഓക്കെ. ദാസേട്ട, ബ്രോയെ സംസാരി. വലിയ പറയൂ ദാസേട്ടാ, എന്താ ഉണ്ടായത്? ഞാൻ വീട്ടിൽ വെച്ചിരുന്ന ആ മാല അവിടെ കാണാനില്ല വലിയ. ഇനി ഒരിടത്തും തിരയാനില്ല. ദാസേട്ടൻ വിഷമിക്കണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ വരുന്നത് ഒരു അമ്മയുടെ മുന്നിലേക്ക് പോണ്ട, ഞാൻ ഉടനെ വരാം. ശരി വലിയ. ഹലോ. അരവിന്ദ്, ഞാൻ വരുന്നത് വരെ ദാസേട്ടനെ അമ്മയുടെ മുന്നിലേക്ക് വിടരുത്. ഞാൻ ഉടനെ വരാം. ആ, ശരി ബ്രോ, ശരി, ഓക്കെ. എന്തുപറ്റി ദാസ്? ദാസ് എന്താ വല്ലാതെ നിൽക്കുന്നത്? ഓ, അത് വേറൊന്നും ആയിരിക്കില്ല ശിവരാമേട്ട. ദാസേട്ടന് മാല കൊടുക്കുന്നതില് ചിലപ്പോ മനപ്രയാസം കാണുമായിരിക്കും. ദാസേട്ട, ആ മാല എടുത്ത് ടീപ്പോയിലോട്ട് വെച്ചേക്ക്. ബ്രോയാണെങ്കിൽ ഒന്നും കാണുന്നില്ലല്ലോ. മാഡത്തിനോടത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മാല ഇപ്പൊ കാണുന്നില്ല. ദാസ്, സാർ, വിഷമിക്കാതെ ദാസ്, സമാധാനമായിട്ടിരിക്കും. ഇവിടെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന മാല എങ്ങനെ പോയിന്ന് എനിക്കറിയില്ല സാർ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ദാസിനെ ആരും തെറ്റിദ്ധരിക്കില്ല ദാസ്. ഞങ്ങൾ ദാസിനെ ആശ്വസിപ്പിക്കാൻ വന്നതാ. മാഡം 24 മണിക്കൂർ എനിക്ക് സമയം തന്നത്. അതിനുള്ളിൽ ഈ മാല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തകരുന്നത് 25 വർഷത്തെ എന്നിലുള്ള വിശ്വാസം. ദാസേട്ടൻ ടെൻഷൻ ആവാതിരിക്കെ, CCTV സഹായത്തിനുണ്ട്. അതിന്റെ ക്യാമറ ഫുട്ടേജ് നോക്കി ഔട്ട് ഹൗസിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം. ആന്റി, എനിക്കൊരു സംശയം. ക്യാമറ ഫുട്ടേജിൽ എങ്ങാനും നമ്മൾ ഔട്ട് ഹൗസിലേക്ക് പോയതെങ്ങാനും തെളിഞ്ഞിട്ടുണ്ടാവും ആന്റി? അരവിന്ദ്, ഗാർഡനും പരിസരത്തുള്ള എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്തു. എന്നിട്ട് അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഒന്നും റെക്കോർഡായിട്ടുമില്ല. ക്യാമറകളിൽ ഒന്നും ഒരു കാര്യവും പതിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഞാൻ ഈ പ്ലാൻ തയ്യാറാക്കിയത്. ദേവി, മഹാമായി, ഞാൻ മനസ്സറിഞ്ഞ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാണ് ദേവി എനിക്ക് ഇത്രയും പരീക്ഷണം? ആ മാലയുടെ പേരിൽ ജീവിതത്തിൽ ആദ്യമായി അഖില മേഡം എന്നെ സംശയിച്ചു. അപ്പോഴേ എന്റെ ജീവൻ എന്നെ വിട്ടുപോയതുപോലെ.
നന്ദിയുടെയും വിശ്വാസത്തിന്റെയും പര്യായമാണ് ദാസേട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഖിലാമ്മേടത്തിന്റെ മുമ്പിൽ ഒരു കള്ളനെ പോലെ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. തൃച്ചംബരത്തിനു വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറുള്ളവനാ ഞാൻ. ഞാൻ അഖിലാമ്മേടത്തിന് മുമ്പിൽ ഒരു വിശ്വാസവഞ്ചകനായി മാറി. ആ മാല കാണാതെ പോയത് എന്റെ വിധിയാണ്, അതോ ആരോ കരുതി കുട്ടി ചെയ്ത ചതിയാണോ? അത് വിധിയാണെങ്കിലും ചതിയാണെങ്കിലും മാഡം പറഞ്ഞ 24 മണിക്കൂറിനകം ആ മാല കണ്ടെത്തി തരണം ദേവി. എന്റെ അമ്മേ, എന്റെ കണ്ണീരൊപ്പിത്തരണം മഹാമായേ. അമ്മേ, എനിക്ക് നീയും അഖിലാണ്ടേശ്വരി മാഡവും ഒരുപോലെ തന്നെയാ. ഈ പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണം ദേവി. അമ്മേ. എന്താ ആന്റി, അപ്പൊ ആ മാല ഈ മുറിക്കകത്തില്ലേ? അത് ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ ഈ വിലാസിനി എന്താ അത്ര മണ്ടിയാ? ഒരു തട്ടാനോട് ഞാൻ കാണാൻ നേറ്റിട്ടുണ്ട്. അതോടെ ഈ പരമ്പരാഗത മാല തൃച്ചംബരത്ത് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവാ. തട്ടാനെ കൊണ്ട് ഈ മാല ഉരുക്കി വളകളും മോതിരങ്ങളും പണിയും ഞാൻ. അങ്ങനെ ഈ പരമ്പരാഗത മാലയുടെ പ്രശ്നം അവിടെ തീരും. അപ്പോ ഞാൻ പോയിട്ട് വരാം. ആന്റി, ഒരു തുണയ്ക്ക് ഞാനും കൂടെ വന്നോട്ടെ. നീ വരുന്നത് എനിക്ക് തുണയല്ല, വീണയ. അപ്പൊ ശരി. ആന്റി. നന്ദനയോ? ആന്റി ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കും? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും കാണുന്നതല്ലേ. ആന്റി, ആ പരമ്പരാഗത മാലയുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അത് കാണാതെ പോയതിന്റെ പിന്നിൽ ദാസേട്ടനോ കല്യാണിയോ ബോധപൂർവം എന്തെങ്കിലും ചെയ്തതായിട്ട് ആന്റിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വന്ന അന്നു മുതൽ കാണുന്നതാണല്ലോ ദാസേട്ടനും കല്യാണിയും തൃച്ചംബരത്തോട് കാണിക്കുന്ന വിശ്വാസവും സ്നേഹവും. അവരാ മാല മാറ്റിവെച്ച് ആന്റിയുടെ മുന്നിൽ അസത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയാൻ അധികാരമുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും തൃച്ചംബരത്തെ മരുമകളല്ലേ ഞാൻ, പറയാതിരിക്കാൻ വയ്യ. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നന്ദനയ്ക്ക് പറയാം. നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകൾ തന്നെയാ. ആന്റി, അത് നീ മടിച്ചതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ പറയാൻ വന്നത് എന്താണെന്നും എനിക്കറിയാം. ആ മാല തൃച്ചംബരത്തെ മരുമകളായ നിനക്ക് അവകാശപ്പെട്ടതാണെന്നും അത് ഞാൻ എന്റെ ആരുമല്ലാത്ത കല്യാണിക്ക് കൊടുത്തത് തെറ്റായിപ്പോയി എന്നുമല്ലേ? ഒരിക്കലുമല്ല. അത് കല്യാണിക്ക് കൊടുത്തത് തെറ്റായിപ്പോയി എന്നല്ല. കൊടുത്ത മാല തിരികെ ചോദിച്ചത് തെറ്റായിപ്പോയി എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ മുന്നിൽ ദാസേട്ടനെ ഒരു വിശ്വാസവഞ്ചകനാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? തുടരെ തുടരെ കല്യാണിക്ക് നേരെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്തൊരു ജന്മോ! ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ? അയ്യോ ആനന്ദേ, പ്ലീസ് നീ അഖിലേച്ചിയോടൊന്നും പറയരുത്. അയ്യോ, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇതറിഞ്ഞു കഴിഞ്ഞ അഖിലേച്ചി എന്നെ വെറുതെ വിടില്ല. പ്ലീസ്, എന്നെ ജയിലിലാക്കും. ഒരിക്കൽ ജയിലിലാകേണ്ട നിങ്ങളെ അമ്മയുടെ കാല് പിടിച്ച് രക്ഷിച്ചത് കല്യാണിയാണ്. ആ നന്ദിയൊക്കെ മറന്ന് നിങ്ങൾ എന്തിനാ കല്യാണി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ ജയിലിനകത്ത് കിടന്നാലേ പഠിക്കൂ. അയ്യോ
ആനന്ദേ, എന്റെ ഒരു ദുർബുദ്ധിക്ക് ചെയ്തു പോയതാണ്. മേലാൻ ഞാൻ ചെയ്യില്ല. നീ ഇതാരോടും പറയരുത്. ഇനി ഞാൻ കല്യാണിയുടെ അടുത്തു പോലും പോവില്ല. ഈ കാര്യം നീ ചേച്ചിയോട് പറയരുത്. ഓരോ പ്രാവശ്യവും ക്ഷമിക്കുന്നതുകൊണ്ടാ നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇത്തവണ ഒന്ന് ജയിലിൽ പോയി കിടന്നിട്ട് പോ. അയ്യോ വേണ്ട ആനന്ദ്, പ്ലീസ് ആനന്ദ്, പറയരുത്. മേലാൽ ഞാൻ ഇനി ചെയ്യില്ല. ഞാൻ നിന്റെ കാലിൽ വീഴാം. എനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് ആനന്ദ്, എളേമ പറയുന്ന കേക്ക്. പിന്നെ ഇവന്റെ കാലിലല്ലേ വീഴാൻ പോകുന്നത്. അയ്യോ ആനന്ദ്, പ്ലീസ് എന്നെ രക്ഷിക്ക് പ്ലീസ്. ഇത് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ഇതിന്റെ പിന്നില് വിലാസിനി ആന്റി തന്നെയായിരിക്കും. അതെ നന്ദന, ചത്തത് ഭീകനെങ്കിലേ കൊന്നത് ഭീമൻ തന്നെ. അങ്ങനെ അല്ല അരവിന്ദ്, ചത്തത് കീചകനെങ്കില് കൊന്നത് ഭീമൻ തന്നെ എന്നാ ചൊല്ല്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഈ പരമ്പരാഗത മാല മോഷണത്തിന് പിന്നിലെ ഇളയമ്മ തന്നെയാ. അരവിന്ദ്, ആ എന്താളമ്മ? എന്താ രണ്ടുപേരും കൂടി ആരെ കൊന്ന കാര്യ പറയുന്നത്? കൊല്ലും കൊല്ലയൊന്നും അല്ല, ഞങ്ങൾ ഈ പുരാണത്തിലെ മന്ദരെ കുറിച്ചുള്ള ഒരു ചർച്ചയിലായിരുന്നു. ആ ദാസേട്ടാ, എന്തായി? മാല കിട്ടിയോ? കിട്ടി മാഡം. ഓ, എവിടുന്ന് കിട്ടി ദാസേട്ടാ? ഇയാൾ എന്നെ തന്നെ നോക്കുന്ന എന്തിനു? പറയ് ദാസേട്ടാ, എവിടുന്നാ കിട്ടിയേ? നന്ദന, അമ്മ വരുന്നുണ്ട്. എന്തായി ദാസേട്ടാ, പരമ്പരാഗത മാല കിട്ടിയോ? കിട്ടി മാഡം. നേരത്തെ കാണാനില്ലെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എവിടുന്ന് കിട്ടി? ഇയാൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന എന്താ? ആനന്ദെല്ലാം പറഞ്ഞു കൊടുത്തു കാണും. അങ്ങനെയാണെങ്കിൽ ഇയാൾ എല്ലാം അഖിലയോട് പറയും. അയ്യോ ദാസ്, മാല എങ്ങനെ കിട്ടി? അലമാരയുടെ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു സാർ. വരൂ. എന്തെല്ലാം അപമാനങ്ങൾ സഹിക്കണമെന്നാണ് എന്റെ തലയിൽ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല സുധി. അങ്ങനെ ഞാൻ വീണ്ടും കള്ളനായി. പണ്ട് ബാങ്കിൽ അടയ്ക്കാനുള്ള പണം തന്നുവിട്ട് അതെന്റെയും മകളുടെയും പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് ഗംഗാ മാഡം പറഞ്ഞപ്പോ അഖില മാഡം എന്നെ അവിശ്വസിച്ചില്ല. ഇപ്പൊ ഈ മാലയുടെ പേരിൽ എന്നെ അവിശ്വസിച്ചു. ഞാൻ ആ മാല മോഷ്ടിച്ചതാണെന്ന് ഒരു നിമിഷമെങ്കിലും മാഡം വിശ്വസിച്ചു കാണും. എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എനിക്കൊന്നും അറിയില്ല സുധേ. അച്ഛാ, എന്തു പറ്റി? എന്തിനാ അച്ഛൻ വിഷമിക്കണേ? എന്തേലും അസുഖമുണ്ടോ? നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോയാലോ? എനിക്ക് ശരീരത്തിന് അസുഖമൊന്നുമില്ല മോളെ. തകർന്നത് ഈ അച്ഛന്റെ മനസ്സും ഞാൻ 25 കൊല്ലം കൊണ്ടുണ്ടാക്കിയ വിശ്വാസമാണ്. എന്താ മാഡം, ഇത് ആ കാലത്ത് തങ്കവുമല്ല, ഈ കാലത്ത് തങ്കവുമല്ല. വ്യാജൻ, ഡ്യൂപ്ലിക്കേറ്റ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ചെറിയ ഉരച്ചു. നിക്ക്, അതിങ്ങ് തരൂ. വയ്ക്കോ.
ഉരച്ചു നോക്കേണ്ടത് ഇനി സ്വർണ്ണമല്ല, ഈ കള്ളത്തരം കാണിച്ച ദാസേട്ടനെയാ. ദാസേട്ടനെവിടെ? അയാള് മാല കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചിട്ട് അപ്പോഴേ തിരിച്ചുപോയി. പോയി ദാസേട്ടനെ കൂട്ടിക്കൊണ്ടുവാ. അഖില, തിടുക്കം കൂട്ടാതെ. ദാസും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദാസ് അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ അമ്മേ, ദാസേട്ടനെ കുറിച്ച് അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തൃച്ചംബരത്തോട് ദാസേട്ടനുള്ള കൂറും വിശ്വാസമൊക്കെ ഞങ്ങളെക്കാൾ നന്നായിട്ട് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഇതിന്റെ പിന്നിൽ എന്തോ വേറെ ചതി നടന്നിട്ടുണ്ട്. ചേച്ചി, ആനന്ദ് വെറുതെ ദാസിനെ ന്യായീകരിക്കുക. പരമ്പരാഗത മാല വേണോന്ന് ആവശ്യപ്പെട്ടപ്പോ ഈ ദാസ് എന്താ ചെയ്തത്? ഉടനെ വീട്ടിൽ പോയി തിരികെ വന്നിട്ട് ഭദ്രമായി വെച്ചിരുന്നതാ കാണുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ 24 മണിക്കൂറിനകം മാല കിട്ടിയേ പറ്റൂന്ന് ചേച്ചി ആവശ്യപ്പെട്ടപ്പോ കാണാനില്ല എന്ന് പറഞ്ഞ മാല കണ്ടെത്തി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരൊറ്റ പോക്കും പോയി. അമ്മ, ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്ന മാനേജറെ വിളിച്ചിരുന്നേ. ബാങ്കിൽ ആരൊക്കെ കയറി ലോക്കറൊക്കെ കുത്തിപ്പൊളിച്ചു. ഏത് ബ്രാഞ്ചിൽ നിന്ന് അരവിന്ദേ? സിറ്റി ബ്രാഞ്ചിൽ നിന്ന്. അമ്മ, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലോക്കറിലുള്ള നമ്മുടെ ഗോൾഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയിക്കണമെന്നാ മാനേജർ പറഞ്ഞു. കല്യാണി, നീ വിഷമിക്കണ്ട. ആ പരമ്പരാഗത മാല ഇളയമ്മയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കും. അത് കണ്ടെത്തുകയും ചെയ്യും. എന്താ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? എനിക്ക് വിശ്വാസമാണ്. വല്യുകുഞ്ഞ് പറഞ്ഞതുപോലെ ചെയ്യുമെന്നും ആ മാല കണ്ടെത്തുമെന്നും എനിക്കറിയാം. അതിന്റെ പേരിലല്ല ഞാൻ വിഷമിക്കുന്നത്. പിന്നെ ദാസേട്ടനെ അമ്മ സംശയിക്കുന്നുണ്ടാണോ? അതൊന്നുമല്ല. മാല കിട്ടിക്കഴിയുമ്പോ അച്ഛനോടുള്ള സംശയമൊക്കെ അഖില മാഡത്തിന് മാറിക്കോളും. പിന്നെന്തിനാ നീ ഇങ്ങനെ മുഖം പാടി നിൽക്കുന്നത്? അഖില മാഡം അച്ഛനോട് ആ മാല തിരിച്ചു ചോദിച്ച കാര്യം എന്തിനാ വല്യുകുഞ്ഞ് എന്നിന്ന് മറച്ചു വെച്ചത്? അമ്മയ്ക്കും നിന്റെ അച്ഛനും ഒക്കെ അതൊരു പരമ്പരാഗത മാലയാണ്. പക്ഷെ എനിക്കും നിനക്കും അത് നമ്മുടെ പ്രണയത്തിന്റെ അടയാളം. എന്റെ അമ്മ നിന്റെ കഴുത്തിൽ അണിയിച്ച സ്നേഹം, അതിൽ ഞാനും നീയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ അടയാളമായി നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോയുണ്ട്. അത്രയും സെന്റിമെന്റ്സ് ഉള്ള ആ മാല അമ്മ തിരിച്ചു ചോദിച്ചു എന്നറിഞ്ഞ നീ വല്ലാതെ വിഷമിക്കും. അതുകൊണ്ടാ അക്കാര്യം പറയാതിരുന്നത്. എന്റെ ടെൻഷൻ അതുമാത്രമായിരുന്നില്ല. ആ മാലയുടെ ലോക്കറ്റില് നമ്മുടെ ഫോട്ടോ അല്ലേ ഉള്ളത്? അതെങ്ങനെ മാഡം കണ്ടിരുന്നെങ്കിൽ? ഇളയമ്മയുടെ കയ്യിൽ നിന്ന് ആ മാല കണ്ടെത്തിയപ്പോ ആദ്യം തന്നെ അതിലെ ഫോട്ടോ ഞാൻ മാറ്റിയിരുന്നു. അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. സത്യമാണ്, ഇവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ക്ലൈമാക്സ് പോലെ പരമ്പരാഗത മാലയും ദാ ഇളയമ്മയുടെ കൈവശം തന്നെ ഉണ്ട്. അയ്യോ, എന്റെ കയ്യിലോ? ദേ ആനന്ദേ, എന്താ ഇത്? നീ എപ്പോഴും ഇങ്ങനെ എന്റെ പേര് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ചേച്ചി, അയ്യോ, എല്ലാവരും കൂടി വന്ന് എന്റെ മുറി പരിശോധിച്ചതല്ലേ? എന്നിട്ട് ചെയിൻ കിട്ടിയോ? എടുക്കാത്ത ചെയിൻ ഞാൻ എവിടെ നിന്ന് എടുത്തോണ്ട് വരാനാ? ചെയിൻ ആ മുറിയിലല്ല ഇളയമ്മ. അത് ഇളയമ്മയുടെ ബാങ്ക് ലോക്കറിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. ബാങ്ക് ലോക്കറിലോ?
അയ്യോ ചേച്ചി, ഈ ആനന്ദ് എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പേരിൽ എങ്ങനെയും കുറ്റം ചാർത്താൻ വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക അവൻ. ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് അമ്മതേ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കുക, അപ്പൊ മനസ്സിലാവും. ഹലോ, ഞാൻ തൃച്ചംബരത്ത് വിലാസിനിയാ സംസാരിക്കുന്നത്. പറയൂ മാഡം. ബാങ്ക് മാനേജറാണോ സംസാരിക്കുന്നത്? അതെ മാഡം, ഞാൻ മാനേജർ തന്നെ. പറയൂ. നമ്മുടെ ബാങ്ക് ലോക്കറുകളിൽ ഏതോ കള്ളം കയറിയെന്ന് കേട്ടല്ലോ. അതെ മാഡം, ലോക്കറുകളെല്ലാം ഡാമേജ് ആണ് മാഡം. എല്ലാവരും അവരവരുടെ ലോക്കറുകളിൽ ഇരിക്കുന്നതിന്റെ എല്ലാം ലിസ്റ്റ് മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. മാഡവും ആ ലിസ്റ്റ് അയക്കണം. ആ ലിസ്റ്റ് എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ വളരെ വിലപിടിപ്പുള്ള ലോക്കറ്റുള്ള ഒരു മാലയുണ്ട്. ഞാൻ കുറച്ചു മുന്നേ കൊണ്ടുവന്ന് വെച്ചതാ. അതിലിരിക്കുന്ന സ്വർണങ്ങളിൽ പ്രധാനപ്പെട്ടത് ആ പരമ്പരാഗത മാലയാണ്. തലമുറകളായി ഉപയോഗിച്ചു വന്ന ഒരു സെന്റിമെന്റൽ അറ്റാച്ചുള്ള ചെയിനാണിത്. അത് പോകാൻ ഇടവരരുത്. ഓക്കെ മാഡം, നിങ്ങളുടെ ലോക്കർ ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ വയ്യ. മാഡം നേരിട്ട് വരുന്നതായിരിക്കും നല്ലത്. അയ്യോ ചേച്ചി കേട്ടില്ലേ? എന്റെ ശബ്ദവും എന്റെ സംസാരവും പോലെ തന്നെ. ഇതേതോ മിമിക്രിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെയവൻ. ഇതിനും വേണ്ടിയിട്ട് ഈ ആനന്ദിന് എന്നോട് ഇത്ര വലിയ ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആന്റി സമാധാനായിട്ടിരിക്കെ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞാനിവിടെ കൈകാലിട്ടടിക്കുക. അപ്പോഴാ അവളെ രക്ഷിക്കണമെന്നും പറഞ്ഞു. അഖില ആന്റി അത് മറന്നു. ഇനി ആന്റി പേടിക്കണ്ട, സമാധാനപ്പെട്. അഖിലയുടെ മൗനം, അതാണ് എനിക്കൊരു ഭയം. ആ മഹേശ്വരി, പറയ്. അതെയോ? ഓ, ഞാനും അതേക്കുറിച്ച് മഹേശ്വരി അതാര്? ഓ, എന്റെ അമ്മായിമ്മ. എന്റെ അമ്മായിമ്മ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ട്. ഇതൊക്കെയാണ് ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത്. തേടിയ മാല ഇതാ കൺമുന്നിൽ തന്നെ ഇരിക്കുന്നു. അമ്മ വരുന്നതിന് മുമ്പ് ഇവനെങ്ങനെ പതുക്കെ എടുത്ത് ഫോട്ടോ അങ്ങോട്ട് മാറ്റാം. ഇതാണ് പരമ്പരാഗതമായ മാല. ഒരു വള്ളിക്കെട്ട് ഇസളു. ഇതെന്തോന്തോ വേണ്ട. പകല് നടന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും അഖില ആലോചിക്കുന്നത്. അതെ കൃഷ്ണേട്ടാ, ഞാനൊന്ന് ചിന്തിക്കും. ദൈവം മറ്റൊന്ന് തീരുമാനിച്ച് നടപ്പിലാക്കും. അഖില എന്താ പറഞ്ഞു വരുന്നത്? കല്യാണിയെ എങ്ങനെയെങ്കിലും തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ. അതിനനുകൂലമായൊരു സന്ദർഭം തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പരമ്പരാഗത മാലയുടെ കാര്യത്തിൽ സത്യമറിയാതെ ഞാൻ ആ പാവങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. വിവേകം വികാരത്തിന് വഴിമാറി കൊടുക്കുന്നതാ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കരുത്. ഒന്ന് ചിന്തിക്കാൻ മനസ്സിനൊരവസരം ഉണ്ടായാൽ എടുക്കുന്ന തീരുമാനം എല്ലാം ന്യായമായിരിക്കും. എന്തായാലും ഞാനിപ്പോ ഒരു ധർമ്മസങ്കടത്തില. ഈ പരിതാവസ്ഥയിൽ നിന്നും കല്യാണിയെ ഞാൻ തൃച്ചംബരത്തുനിന്ന് എങ്ങനെ പറഞ്ഞുവിടും? ഇപ്പോഴും അഖില ഗുരുജി പറഞ്ഞു തന്നെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? അഖിലെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കാൻ. വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടാണ്. വിശ്വാസം നമ്മളെ രക്ഷിക്കും, അന്ധവിശ്വാസം നമ്മളെ തകർക്കും.
അഖില നല്ലൊരു വിശ്വാസിയും അതിലേറെ അന്ധവിശ്വാസിയുമാണ്. ഗുരുജി പറഞ്ഞത് അഖില ചിന്തിക്കുന്നതുകൊണ്ടാണ് കല്യാണിയോട് ഈ വെറുപ്പ്. ഗുരുജി ഈശ്വരനൊന്നുമല്ല പറയുന്ന പോലെയൊക്കെ സംഭവിക്കും. ഗുരുജി വെറും ഒരു മനുഷ്യനാണ്. ദൈവത്തെ കാണുന്നത് പോലെ അഖില ഇത്തരം ദൈവഭക്തന്മാരെയും കാണുന്നു. മനുഷ്യ ദൈവങ്ങൾ പറയുന്ന കാര്യങ്ങളിലല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് കല്യാണിയെ പുറത്താക്കണമെന്ന ചിന്ത അങ്ങ് വിട്ടുകളഞ്ഞേക്കല്ല. എന്റെ നെഞ്ചിനകത്തൊരു തീച്ചൂളയാണ്. തീച്ചൂള. മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് ആരും ഒരു ജീവിതം ആഗ്രഹിക്കരുത്. അർഹതയില്ലാത്തതൊന്നും മോഹിക്കരുത്. ഗതികേടുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് അപേക്ഷിക്കുക. ഇനിയും നീ ഇത് തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ തൃച്ചംബരത്തൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. അവിടെ അമ്മയോ മകനോ അതിനൊന്നേ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഔട്ട് ഹൗസിന് ഞാൻ തീവയ്ക്കും. അതിൽ കിടന്ന് ഞാനും എന്റെ മകനും വെന്തെരിയും. പിന്നെ നിനക്കെന്തോ ആകാം. ഇനി എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്ക. നിനക്ക് വേണ്ടത് നിന്റെ സ്വപ്നങ്ങളാണോ അതോ അച്ഛനും കൂടെ പുറപ്പാണോ? ചിന്തിക്ക്. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. മറ്റുള്ളവരുടെ സമാധാനം തകർത്ത് നിങ്ങളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് നീ കാരണം ഹൃദയവേദന അനുഭവിച്ച് തകർന്നു നിൽക്കുന്ന നിന്റെ അച്ഛനാ പറയുന്നത്. സത്യം. അയ്യോ, തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് കഴുത്തിൽ നീര് വരും. പിന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അയ്യോ, മനസ്സിന് തീ പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവക്ക് തീറ്റെന്നൊരു വിചാരമുള്ളൂ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്തൊരു ജന്തു. കണ്ണിച്ചോരല്ലാത്ത പണിയല്ലേ ആ ദാസേട്ടനോടും കല്യാണിയോടും ചെയ്തത്. ഇത്രയും നേരമായിട്ടും അഖില എന്നോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്താണ് വരാൻ പോകുന്നേന്നോർത്ത് തല പുകഞ്ഞ് കരിഞ്ഞു നടക്കുക ഞാൻ. അപ്പോഴാ അവക്ക് കല്യാണിയുടെ ഒരു ജ്യൂസ്. ആ അടുക്കളക്കാരിയെ കാറിനകത്ത് വെച്ച് കൊല്ലാൻ നോക്കിയതിന് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ അയക്കാൻ നോക്കിയ അഖില ഈ പരമ്പരാഗത മാല ഞാൻ മോഷ്ടിച്ച തൃച്ചംബരത്ത് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അഖിലയുടെ മൗനം എന്നെ ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് എനിക്ക് തരാൻ പോകുന്ന ശിക്ഷയെന്നോർത്ത് ഞാൻ അനുനിമിഷം തകരുകയാ. വിധി കാത്തു നിൽക്കുന്ന പ്രതിയെ പോലെ എത്ര നേരമെന്ന് വെച്ചാ ഞാൻ ഈ ടെൻഷൻ സഹിക്കുക. അഖിലേച്ചി ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സമാധാനിക്കായിരുന്നു. ആ, അത് ശരിയാ. ശിക്ഷ ഉറപ്പായ സ്ഥിതിക്ക് അതൊന്ന് വിധിച്ചെങ്കിൽ പിന്നെ ആന്റിക്കത് അനുഭവിച്ചാ മതിയായിരുന്നല്ലോ, അല്ലേ? അയ്യോ, സമയം എന്തായോ എന്തോ. മാല മോഷ്ടിച്ച കുറ്റത്തിന് അഖില എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അയച്ച നീയായിരിക്കും കൂട്ടുപ്രതി. ഞാനോ? ഈ മാല മോഷ്ടിക്കാൻ കൂട്ടുനിന്നത് നീയാ. അത് മോഷ്ടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും നീയാ. പ്രേരണ കുറ്റോ ഏറ്റവും വലിയ കുറ്റം. അയ്യോ അയ്യോ, ആന്റി തമാശക്ക് പോലും ഇങ്ങനൊന്നും പറയരുതേ. ജയിലെന്ന് കേട്ടാ എനിക്ക് തലകറങ്ങും. ഇവിടത്തെ പോലെ തന്നെ നമുക്ക് അവിടെ ഒരുമിച്ച് കഴിയും. ആന്റി, ഇങ്ങനെ ഇവിടെ നിന്നാലോ? നമുക്ക് സാധാരണ മറ്റുള്ള ഹാളിലേക്ക് ചെന്ന് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ആ, അതാ ശരി ആന്റി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ശരി, ആ വാ. ആന്റി പൊക്കോ. മാഡം, എന്താ?
എന്നെ വിളിക്കാൻ അഖിലേച്ചി പറഞ്ഞു വിട്ടതാണോ? അതെ. പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നത്. ശരി മാഡം. ആന്റി പോവാം. എന്നാ താമസിക്കണ്ട ആന്റി, പോവാം. വാ. പരമ്പരാഗത മാലമോഷണ കേസിൽ നിന്നെ എനിക്ക് ജയിലിനകത്ത് അടയ്ക്കാമായിരുന്നു. പക്ഷേ ജയിലിനകത്തുനിന്ന് നീ തിരിച്ചു വരുമ്പോഴും നന്നാകുന്ന വിശ്വാസം എനിക്ക് തീരെയില്ല. ഇത്രയും വലിയ മോഷണക്കുറ്റത്തിന് ജയിലിലെ അടിയും ഇടിയും ഒക്കെ ഒഴിവാക്കി മറ്റൊരു തരത്തിലുള്ള ഒരു മാന്യമായ ശിക്ഷ വീട്ടിൽ തന്നെ തന്നേക്കാന്ന് കരുതി. ഇന്നു മുതൽ ആ ശിക്ഷ ആരംഭിക്കുകയാണ്. അയ്യോ, ഈ നിമിഷം മുതൽ നീ ഇവിടുത്തെ വേലക്കാരി. ചേച്ചി, ഇങ്ങനെ എന്നെ ശിക്ഷിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. മേലെ ഞാൻ ഇത് ആവർത്തിക്കില്ല. ഈ മാപ്പ് പറച്ചില് കേട്ട് കേട്ടും എന്റെ ചെവി തകർന്നിരിക്കുക. നോക്ക്, നിനക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങി വേലക്കാരിയായിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷേ നീ ഈ നാട് വിട്ടു പൊയ്ക്കൊള്ളണം. ഇനിയുള്ള കാലം നിന്റെ ഭർത്താവ് സഹദേവനോടൊപ്പം ദുബൈയിൽ കഴിയാനുള്ള ടിക്കറ്റും വിസയുമാ. ദുബായിയാ? അങ്ങോട്ട് പൊയ്ക്കോ, പിടി. ചേച്ചി, ചേച്ചി എന്നെ എങ്ങനെയൊക്കെ ശിക്ഷിച്ചാലും ചേച്ചിയെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. ചേച്ചിയുടെ ഒരു നിഴലായി ഞാൻ ഇവിടെ ജീവിച്ചോളാം. അയ്യോ, എന്ത് ശിക്ഷയും ഞാൻ സഹിച്ചോളാം. അയ്യോ പാവം. വേലക്കാരി എങ്കിൽ വേലക്കാരി, എന്ത് ജോലി ഞാൻ ചെയ്തോളാം. അങ്ങനെ അത്ര ഈസി ആയിട്ട് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാന്ന് കരുതണ്ടാക്കില്ലേ. അയ്യോ അരവിന്ദ്, എനിക്ക് തുണി കല്ലിലലക്ക് വലിയ ശീലമൊന്നും ഇല്ലാത്തതാ, പറഞ്ഞേക്കാം. അയ്യോടോ, എന്താളേ ഇത്? തുണിയിലേക്ക് ഈസിയാണെന്നല്ലേ പറഞ്ഞത്? വേഗം ചെല്ല്. ദേ, അലക്കാനുള്ള തുണികളെല്ലാം വർക്കേരിയിലെ ഇളയമേൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ചെല്ലു 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 ചെല്ലു. ദേ, പറ്റില്ലെങ്കിൽ അത് തുറന്നു പറ. ഞാൻ വേണമെങ്കിൽ അമ്മേനെ വിളിക്കാം. വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാ ചെന്നാട്ടെ, പൊക്കോളൂ. ജയന്തി, വരുന്ന ആന്റി. പോണെന്ന്. കല്യാണി വാ. ഭയങ്കര പാറ്റ ശല്യം, മരുന്നടിക്കണം. അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു. അയ്യോ, എന്നാ മുടിഞ്ഞോ? വെയിറ്റാ. ഇതെന്താ, പഴനിയിലെ പഞ്ചാമൃതോ അതോ അമ്പലപ്പുഴ പാൽപ്പായസോ? കെട്ടിപ്പിടിച്ച് നിൽക്കാതെ അതങ്ങോട്ട് താഴോട്ടിട്. ഇവിടെ കിടക്കട്ടെ, നാശിച്ചത്. അയ്യോ, എന്നെ നാടു. ആന്റി, ഞാനൊരു ഐഡിയ പറയട്ടെ.
എന്താ ഐഡിയ? ഈ തുണികളെല്ലാം ഞാൻ സർഫിൽ മുക്കി വെക്കാം. അത് ഓരോന്നോരോന്നായിട്ട് ആന്റി എടുത്ത് ആദ്യം കുത്തിപ്പിഴിഞ്ഞ് പിന്നെ കല്ലിലിട്ട് അലക്കിയെടുത്താ മതി. അത് ശരി. നീ സർഫ് കലക്കും, ഞാനെല്ലാം അലക്കണം. കൊള്ളാം. ദേ, മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ തുണി അലക്കുന്ന പോലെ നിന്നെ ഞാൻ എടുത്തിട്ട് അലക്ക പറഞ്ഞേക്കാം. അവളൊരു ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. ദേ, തുണി അലക്കാൻ വേണ്ടി ആ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കിച്ചല്ലേ. ഈ ബക്കറ്റ് എടുത്തോണ്ട് പോടി. അയ്യോ, ഇവിടെ ഇരി. ദൈവമേ, ഹിമാലയ പർവ്വതം കിടക്കുന്ന പോലെയാണല്ലോ തുണിക്കെട്ട് കിടക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴുകും? അയ്യോ, വെള്ളമില്ലേ? അയ്യോ ആന്റി, പൈപ്പിൽ വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ മോട്ടർ ഓൺ ചെയ്തി. എല്ലാം പറഞ്ഞു തരണോ? ശരി. എളയമ്മേ, കരണ്ടില്ല, അതുകൊണ്ട് മോട്ടർ ഓൺ ആവില്ലേ? അയ്യോ, വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തുണി അലക്കുന്നേ? എളയമ്മേ, വെള്ളം ടാങ്കിലില്ലെന്നേ ഉള്ളൂ, കിണറ്റിലുണ്ടല്ലോ. വെള്ളമില്ലേ? അതുകൊണ്ട് കിണറ്റിന്ന് കോരിയാ മതി. അവിടെ വെച്ചേക്കും. ഓക്കെ സാർ. കല്യാണിക്ക് ഇത് എന്തു പറ്റി? ഫോൺ എടുക്കാത്തെന്താ? ചേച്ചിക്ക് എന്താ ചെവിയേക്കാൻ വയ്യേ? ഫോൺ എടുക്ക ചേച്ചി. ചേച്ചി ഫോൺ എടുത്ത് വല്ലുവിനോട് സംസാരിക്കാൻ. നീ പോയി നിന്റെ കാര്യം നോക്ക്. ഓ ആന്റി, ആന്റി വരുന്നുണ്ടേ. നോക്ക്. അയ്യോ, അയ്യോ, അരവിന്ദ്, അരവിന്ദ്, എന്താ ഇതൊക്കെ? നീ വാ, നമുക്ക് പോയി നോക്കാം. ചേച്ചി, ആരാ ഈ ബോക്സ് അല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? ഞാനാ ഇതെല്ലാം കൂടി ഇവിടെ ചുമന്ന് വെച്ചത്. ഞാനാ ആന്റി, ഞാനാ മുക്കാൽ ഭാഗം ഇവിടെ കൊണ്ടുവച്ചത്. ഓഫീസിൽ പോവേണ്ട ബോക്സുകളെല്ലാം ഇവിടെ എന്തിനാ ചുമന്ന് കയറ്റി വെച്ചതെന്ന്. ദേ, ഇപ്പൊ ഇതെല്ലാം എടുത്ത് താഴെ ഇറക്കണം. പറഞ്ഞത് കേട്ടില്ലേ? മാറ്റാൻ. കഷ്ടം. ആന്റി, എന്താ ഇത്? ഇനി ഇതെല്ലാം കൂടി താഴേക്ക് ചുമക്കാനോ? എനിക്ക് വയ്യ. എന്റെ നടു. എന്താ എന്താ പ്രശ്നം അവിടെ? വന്നോ? അരവിന്ദ്, നീ പറഞ്ഞിട്ടല്ലേ ഈ പെട്ടികളെല്ലാം ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്?
ഇപ്പൊ അഖിലേച്ചി പറയുന്നു ഇതെല്ലാം കൂടി താഴേക്ക് വെക്കാൻ. ഇതൊരു കഷ്ടാണേ. അമ്മ അങ്ങനെ പറഞ്ഞ പറഞ്ഞു അഖിലാന്റി ഇതെല്ലാം കൂടി താഴെ വെക്കാൻ പറഞ്ഞു. അതെ അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പീലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേഗം നിങ്ങൾ ഇതെടുത്ത് താഴേക്ക് വെച്ചേക്ക്. ഓക്കെ ശരി കേട്ടോ. ഞാൻ ചെയ്യൂല. ഒരു ഡോസ് കൂടി കൊടുക്കാം. എളേമ്മേ അമ്മ ഇറങ്ങി വന്നിട്ട് ഇനി ഇത് കാണണ്ട. അപ്പൊ വേഗം ആയിക്കോട്ടെ. ജയന്തി ഒന്ന് ഉത്സാഹിച്ചേ കേട്ടോ. അപ്പൊ വേഗം ആയിക്കോട്ടെ. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. ചെല്ല് ചുമക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നിങ്ങളായിട്ട് വൃത്തിയേടാക്കിയ ഈ ഹാളും പരിസരവും ഒക്കെ അമ്മ വന്ന് കണ്ടാലേ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ലാന്ന്. അമ്മക്ക് ദേഷ്യം വന്ന അറിയാലോ. അതുകൊണ്ട് വേഗം ചെയ്യ്. ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് നീ അഖിലേച്ചിയെ കാണിക്കുമെന്ന് അതല്ലേ? അതന്നെ. എനിക്ക് വയ്യ. അപ്പൊ പെട്ടെന്നായിക്കോട്ടെ പരിപാടികളൊക്കെ. എടാ മോനെ അരവിന്ദൻ, നീ എന്തിനാടാ എപ്പോഴും ആ വീഡിയോ വെച്ച് എന്നെ വരട്ടുന്നേ? നിനക്കിപ്പോ എന്താ വേണ്ട? ഇതിനകം എല്ലാം അടിച്ചു തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. അത്രയും മതി. ജയന്തി പോയി ബക്കറ്റില് വെള്ളവും സോപ്പ് പൗഡറും ലോഷനും ഒക്കെ എടുത്തിട്ട് വാ. ജയന്തി എളയമ്മ പറഞ്ഞ് കേട്ടില്ലേ? കേട്ടു. എന്നാ പൊക്കോ, വേം പണി ചെല്ല്. ചെയ്യണോ? പോണം. അയ്യോ പൊടി ആന്റി എന്റെ അടുത്ത കളി. അയ്യോ എന്റെ ആന്റി പോയേ. ആന്റി കുറച്ചു മുമ്പ് വരെ വാതോരാത്ത സംസാരിച്ചതാണ്. എന്റെ ആന്റി ഇത്ര പെട്ടെന്ന് ചത്തുപോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ലേ. അയ്യോ എന്റെ
ഈ അടവുകളൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. മൈൻഡ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. അരവിന്ദേട്ടാ ഓടിവായോ, ആന്റി ആശുപത്രി കൊണ്ടുപോ, ഓടിവായോ. അയ്യോ, ഇത്ര അഭിനയം. എന്താ ആന്റി ആശുപത്രി കൊണ്ടുപോ, ഓടിവാ, ഓടിവാ. എന്തടി? എന്തത്? എന്താ? പോയി പോയി. ഈ ജോലി മൊത്തം ചെയ്ത് ആന്റി തലകറങ്ങി വീണതാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ മരിച്ചു പോവും, അത് ഉറപ്പാ. ഒരു ആംബുലൻസ് വിളിക്കാം അരവിന്ദേട്ടാ, പ്ലീസ്. ഒരാൾ ചാവം കടമ്പ കിടന്ന് കരിയ. ചാവാൻ കിടക്കുമ്പോ കരയുണ്ട്. ജയന്തി, ഇത് കാര്യം നിസ്സാരമല്ല. ഇളയമ്മയ്ക്ക് ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കൊണ്ടുണ്ടാവുന്ന കൊറോണ ആവാൻ സാധ്യത. ഞാൻ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കാം, അവര് വന്ന് അവരെടുത്തോണ്ട് പോയി ക്വാറന്റൈനിലാക്കിക്കോളും. അയ്യോ, എനിക്ക് എന്ത് പറ്റി, എന്ത് പറ്റി? ആന്റി തലകറങ്ങി വീണു, ചത്തുപോയെന്ന് ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, ഞാൻ വേണമെങ്കിൽ അവരെ വിളിക്കാം, കൊറോണ ആവാൻ സാധ്യത. വേണ്ട 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 അരവിന്ദേ, എനിക്ക് ഒരു കൊറോണയും ഇല്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റ്സ് മോനെ. താങ്ക് യു സാർ. ബ്രോ, കൺഗ്രാറ്റ്സ്. ഞാൻ പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും നീ വിജയിക്കും. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ഇത്രയധികം സന്തോഷമുള്ള ദിവസമായിട്ടും നീ എന്താ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്നേ? എന്താണ്? ഏയ്, എനിക്ക് ചെറിയൊരു തലവേദന. തലവേദനയോ? അരവിന്ദ്, നീ വേഗം ഡോക്ടറെ ഒന്ന് വിളിക്ക. ഏയ്, അതൊന്നും വേണ്ട. എനിക്കൊരു പുതിനാട്ടി കുടിച്ചാൽ മാറിയേക്കും. ഗംഗ എവിടെ? അഖിലാന്റി, ഗംഗയ്ക്ക് ഒരു കോൾ വന്നു, ഫോണിൽ സംസാരിക്കാ പുറത്ത്. ശരി സുജാത. മാഡം, ആനന്ദിന് ഒരു പുതിനട്ടി ഉണ്ടാക്കി കൊടുക്ക വേഗം. മാഡം, എനിക്ക് പുതിനാട്ടി. ഏയ് വേണ്ടമ്മേ. കല്യാണി ഉണ്ടാക്കുമല്ലോ പുതിനാറ്റി.